പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ഒരു തലമുറയെന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാവരും കൃഷിയിൽ നിന്ന് പിന്നോട്ട് മാറുന്ന ഒരു സമയം. എന്നാൽ കുറേയധികം ആൾക്കാരെ കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എത്രയോ സ്ഥലത്ത് നമ്മൾ നോക്കിയാൽ വെറുതെ പാടങ്ങളായിട്ടും തരിശു നിലങ്ങളായിട്ടും കിടക്കുന്നു. ഇതുപോലെ യുവജനങ്ങൾക്ക് തൊഴിലില്ലായ്മയുടെ ഒരു പ്രശ്നവും മാറിക്കിട്ടും. യുവജനങ്ങൾക്ക് കൃഷി ചെയ്യുകയും പൂപ്പാടം ഒരുക്കുകയും ഒക്കെ ചെയ്താൽ അവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകും. ഒരിക്കലും കൃഷിയിൽ നിന്നും ആദായം കിട്ടാതിരിക്കുകയില്ല. കൃഷിയെ സ്നേഹിക്കുകയും നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് നല്ലൊരു വരുമാനവും ഉണ്ടാക്കാം. അതുപോലെ ഇങ്ങനെ എല്ലാവർക്കും വന്ന് കാണാനും എടുക്കാനുമുള്ള നല്ലൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പം തന്നെ ഈ ഒരു കാഴ്ചയെന്ന് പറയുമ്പോൾ എന്തുമാത്രം ആൾക്കാർ ഇവിടെ വരുന്നു. ഇവിടുന്ന് ചെറിയ മഴയുള്ളൊരു സമയമാണ്, എന്നിട്ട് കൂടി ധാരാളം ആൾക്കാർ വരികയും കാണുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ ശ്രമം കൊണ്ടാണ് ഈ ഒരു പൂപ്പാടം ഒരുങ്ങിയത്. 2.5 ഏക്കറോളം സ്ഥലത്താണ് ഇങ്ങനൊരു കൃഷി ഇവിടെ ചെയ്തതും. ഈ ഓണ സമയത്ത് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പൂക്കൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു കർഷകൻ്റെ ഒരു കൃഷി ചെയ്യാം എന്നുള്ളൊരു മനസ്സുണ്ടായിട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ യുവജനങ്ങളും അതുപോലെ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന അനേകം യുവാക്കളും യുവതികളും ഒക്കെ ഉണ്ട്. ഒരു കൂട്ടായ്മയിൽ കൂടി നമുക്കിങ്ങനെയൊക്കെയുള്ള തരിശു നിലങ്ങളെ നല്ലൊരു കൃഷി രീതി അവലംബിച്ച്, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും അതുപോലെ കൃഷിഭവൻ്റെയും ഒക്കെ സഹായം നമുക്കുണ്ട്. ഇറങ്ങിത്തിരിക്കണം, അതിനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.